Good morning, dear students. Today we are going to discuss on the respiratory diseases caused by bacteria. In the last class, we have discussed about the respiratory diseases caused by bacteria like tuberculosis and ornithosis. And today we are going to discuss on two other diseases caused by bacteria, mainly affecting the respiratory tract, and it includes diphtheria and second disease is pneumonia. So first of all, we can see diphtheria. Diphtheria is a disease of the upper respiratory tract. Upper respiratory tract എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് തൊട്ട് നമ്മുടെ തൊണ്ട അല്ലെങ്കിൽ ഫാരിങ്സിൻ്റെ ആ റീജിയൻ വരെയുള്ള ആ ഭാഗത്തിനെയാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. താഴോട്ട് ബ്രോങ്കിയോൾസ്, ലങ്സ് അത് വരുന്നതാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്തീരിയ എന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയത്തിൻ്റെ പേരാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഒരു എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എക്സോടോക്സിൻ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടോക്സിനാണ്. അപ്പം അതാണ് ഈ ഡിഫ്തീരിയ ഡിസീസിന് മെയിനായിട്ടും കാരണമാകുന്ന ടോക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയം അതൊരു ഗ്രാം പോസിറ്റീവായിട്ടുള്ള നോൺ മോട്ടൈലായിട്ടുള്ള റോഡ് ഷേപ്ഡ് ബാക്ടീരിയയാണ്. ഗ്രാം പോസിറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നോൺ മോട്ടൈൽ എന്ന് പറയുമ്പം അതിന് മോട്ടിലിറ്റി ഇല്ല, മൂവ്മെൻ്റ് ഇല്ല, ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയയാണ്. അതിൻ്റെ ഷേപ്പ് റോഡാണ്, റോഡ് ഷേപ്ഡ് ബാക്ടീരിയയാണ്. ഈ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയെ ടോൺസിൽ ഗ്ലാൻഡിലും അതുപോലെ ഓറോഫാരിങ്സ് റീജിയണിലുമാണ് കോളനി ഫോം ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ലോക്കൽ നെക്രോസിസും ഇൻഫ്ലമേഷനും ഉണ്ടാക്കും. നെക്രോസിസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാക്കി അതിനെ നിർജീവമാക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഡെഡ് സെല്ലാക്കി മാറ്റുന്നു. അതിനെയാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ടിഷ്യൂസിൽ ഇഞ്ചുറി ഉണ്ടാവുന്നത് മൂലം അവിടെ സ്വെല്ലിങ്സ് ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പം ലോക്കൽ നെക്രോസിസിനും ഇൻഫ്ലമേഷനും കാരണമാകുന്നു. ലോക്കൽ നെക്രോസിസ് എന്ന് പറയാൻ കാരണം ആ ഓറോഫാരിങ്സ് റീജിയണിലാണ് ഈ ടിഷ്യൂസിന് ഇഞ്ചുറിയും ഡാമേജും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ലോക്കൽ നെക്രോസിസ് ആൻഡ് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഡിഫ്തീരിയയുടെ കോസേറ്റീവ് ഓർഗാനിസം കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. അതൊരു ഗ്രാം പോസിറ്റീവായിട്ടുള്ള നോൺ മോട്ടൈലായിട്ടുള്ള റോഡ് ഷേപ്ഡ് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ഒരു എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിനാണ് ഡിഫ്തീരിയ ടോക്സിൻ എന്ന് പറയുന്നത്. ആ ടോക്സിനാണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഡിസീസാണ്. മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ടോൺസിൽ ഗ്ലാൻഡിനെയും ഓറോഫാരിങ്സ് റീജിയണെയുമാണ്. ആ റീജിയണിൽ അത് ലോക്കൽ നെക്രോസിസും ഇൻഫ്ലമേഷനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഓറോഫാരിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഓറോഫാരിങ്സ് റീജിയൻ ഞാനൊന്ന് ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ, നേസൽ ക്യാവിറ്റി ലീഡ് ചെയ്യുന്ന ആ ഭാഗത്തിനെ നേസോഫാരിങ്സ് എന്നാണ് പറയുന്നത്. നേസോഫാരിങ്സിൻ്റെ താഴെയുള്ള റീജിയനാണ് ഓറോഫാരിങ്സ്, ആ ഗ്രേ കളറിൽ കാണിച്ചേക്കുന്ന റീജിയൻ. അപ്പം ഓറൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്തത് ഈ ഓറോഫാരിങ്സിലേക്കാണ്. അപ്പം നേസോഫാരിങ്സിൻ്റെ തൊട്ട് താഴെ ഓറോഫാരിങ്സിൻ്റെ താഴെയായിട്ടാണ് ഹൈപ്പോഫാരിങ്സ്. അപ്പം നേസോഫാരിങ്സിനും ഹൈപ്പോഫാരിങ്സിനും ഇടയിലുള്ള റീജിയനെയാണ് നമ്മൾ ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ടോൺസിൽ ഗ്ലാൻഡും അതുപോലെ തന്നെ ടങ്ങിൻ്റെ ബേസും പലേറ്റും ഫാരിഞ്ചൽ വോളും ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓറോഫാരിങ്സ് എന്ന് പറയുന്ന ഈ റീജിയണിലാണ് ഡിഫ്തീരിയ വന്നിട്ട് കോളനൈസ് ചെയ്തിട്ട് അത് ലോക്കൽ നെക്രോസിസും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. ട്രാൻസ്മിഷൻ ആൻഡ് പതോജനസിസ്. എങ്ങനെയാണ് ഈ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ഈ പതോജൻ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഡിസീസസ് നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലിൽ ഈ പതോജൻ കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ പതോജൻ ഉണ്ടാക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ നമുക്കറിയാം റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന എല്ലാ ഇൻഫെക്ഷനും
സ്പ്രെഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഇൻഫെക്റ്റഡ് എന്താണ് ഇൻഡിവിഡ്വൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് കഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ ആയിരിക്കും. അപ്പം അയാളുടെ തുപ്പൽ വഴി അല്ലെങ്കിൽ അയാളുടെ മൂക്കിലെ നേസൽ ഡിസ്ചാർജിലുള്ള എന്താണ് ബാക്ടീരിയ അതെന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അതൊരു ഹെൽത്തി ഇൻഡിവിഡ്വൽ ഇൻഹെയിൽ ചെയ്യാനുള്ള ഇടം വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിഡ്വലിലേക്ക് ഈ പതോജൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന പതോജൻ ഇയാളുടെ നമുക്ക് ഈ ഓറോഫാരിങ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ, അതായത് വായിക്കൂടെ ആയാലും മൂക്കിക്കൂടെ ആയാലും ഓറോഫാരിങ്സിൽ എത്താനുള്ള ചാൻസ് ഉണ്ടല്ലേ. നേസൽ ക്യാവിറ്റിയുടെ താഴെയായിട്ടാണ്, അതുപോലെ ഓറൽ ക്യാവിറ്റിയുടെ എൻഡുമാണ് ഈ ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ ആയാലും അത് ഓറോഫാരിങ്സിൽ ഈ ബാക്ടീരിയ കോളനൈസ് ചെയ്യും. അപ്പോൾ അപ്പർ റീജിയൺ ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഈ ബാക്ടീരിയ കോളനൈസ് ചെയ്തിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ബാക്ടീരിയ എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഡിഫ്തീരിയ ടോക്സിൻ എന്ന് പറയുന്ന ടോക്സിൻ. അപ്പോൾ ഈ ടോക്സിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് എപ്പിത്തീലിയൽ സെൽസിനെ കില്ല് ചെയ്യുന്ന ടോക്സിനാണ്. എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പം നമ്മുടെ ഔട്ടർ ലെയർ ഓഫ് സെൽസാണ് നമ്മൾ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓറോഫാരിങ്സ് റീജിയനിലുള്ള ഔട്ടർ ലെയർ സെൽസിനെ മൊത്തം ഇത് കില്ല് ചെയ്യുന്നത് അതിൻ്റെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ മെയിൻ എക്സോടോക്സിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ എപ്പിത്തീലിയൽ സെൽസ്. അപ്പോൾ ഈ ഓറോഫാരിങ്സ് റീജിയനിലുള്ള എപ്പിത്തീലിയൽ സെൽസിലെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഡിഫ്തീരിയ ടോക്സിൻ തൻ്റെ ഡിസീസ് പതോജനിസിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഹെൽത്തി ഇൻഡിവിഡ്വലിൽ നിന്നും ഒരു ഇൻഫെക്റ്റഡ് ഇൻഡിവിഡ്വലിൽ നിന്ന് ഹെൽത്തി ഇൻഡിവിഡ്വൽസിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. അപ്പോൾ അത് എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അങ്ങനെ കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയയെ ഓറോഫാരിങ്സ് റീജിയണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് കോളനൈസ് ചെയ്യുകയും അത് ഡിഫ്തീരിയ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ടോക്സിൻ എപ്പിത്തീരിയൽ സെൽസിനെയാണ് ബാധിക്കുന്നത്. എപ്പിത്തീരിയൽ സെൽസിലെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് എപ്പിത്തീരിയൽ സെൽസിനെ ഇവ കില്ല് ചെയ്യുന്നു. എപ്പിത്തീരിയൽ സെൽസ് എല്ലാം തന്നെ നശിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചേക്കുന്നത് ഓറോഫാരിങ്സ് റീജിയണിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ വൈറ്റ് കേർഡി പാച്ചസ് ആയിട്ട് കാണുന്നതെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്റ്റഡ് റീജിയനാണ്. അപ്പം ആ രണ്ട് ഡയഗ്രത്തിലും അതാണ് കാണിച്ചേക്കുന്നത്. മറ്റേത് ആ ഫിഗർ 37 എഴുതിയേക്കുന്നത് അതിൻ്റെ ഒരു ക്ലിയർ ആ ഓറൽ ക്യാവിറ്റിയുടെ മാത്രമുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ഓറോഫാരിങ്സ് റീജിയൻ ഇങ്ങനെ വൈറ്റ് കേർഡി പാച്ചസ് പോലെ ആകുന്നു. അപ്പോൾ എക്സോടോക്സിൻ ആക്ട് ചെയ്യുന്നത് മൂലം അവിടുത്തെ സെല്ലുകൾ മൊത്തം എന്ത് ചെയ്തേക്കാണ്, നശിച്ചു പോയേക്കാണ്. അപ്പോൾ എപ്പിത്തീലിയൽ സെൽസ് മൊത്തം ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ പസ്സും മ്യൂക്കസും ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ ബാക്ടീരിയയും അതിൻ്റെ ടോക്സിനും എല്ലാം കൂടെ നിറഞ്ഞ് ഒരു നല്ല ഒരു ഗ്രേ കളറിലെ മെറ്റീരിയൽ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് ഡിഫ്തീരിയ ടോക്സിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡെഡ് ടിഷ്യൂസ്, എക്സോടോക്സിൻസ് ഉള്ള ടിഷ്യൂസ് എല്ലാം കൂടെ ഡെഡായിട്ട് അതിൽ മ്യൂക്കസ് സെക്രീഷനും വൈറ്റ് ബ്ലഡ് സെൽസും ബാക്ടീരിയൽ കോളനീസും എല്ലാം കൂടെ ചേർന്നിട്ട് തിക്ക് ലെതറി ഗ്രേയിഷ് ബ്ലാക്ക് മെംബ്രെയിനിലേക്ക് മെറ്റീരിയൽ ഫോം ചെയ്തിട്ട് അത് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം മൂക്കിൻ്റെ താഴെയായിട്ടാണ് നേസൽ ക്യാവിറ്റിയുടെ താഴെയായിട്ടാണ് ഓറോഫാരിങ്സ്, നേസോഫാരിങ്സിന് താഴെയാണ് ഓറോഫാരിങ്സ്. അപ്പോൾ ഓറോഫാരിങ്സ് വഴിയാണ് എയർ അകത്തേക്ക് കടക്കേണ്ടത്. അപ്പോൾ ആ അകത്തേക്ക് എയർ പോകുന്ന ആ പാസേജിൽ എന്ത് പറ്റുന്നു, ഈ ടിഷ്യൂസ്, അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എല്ലാം ഡാമേജായി ഡെഡായി. അപ്പോൾ അവിടെ അതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്യുന്നു, എക്സോടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, പതോജൻ അക്യുമുലേറ്റ് ചെയ്യുന്നു, മ്യൂക്കസ് സെക്രീഷൻ അക്യുമുലേറ്റ് ചെയ്യുന്നു, വൈറ്റ് ബ്ലഡ് സെൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു ബ്ലാക്ക് മെംബ്രെയിനിലേക്ക് മെറ്റീരിയൽ അവിടെ ഫോം ചെയ്തിട്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാതെ വരുന്നു, ഗ്യാസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് വരുന്നു. അപ്പം നമ്മളത് ട്രീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഈ രോഗം കണ്ടെത്തുന്നില്ല, അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഫൻസിലും തീരെ കുഞ്ഞു കുട്ടികളിലും യങ് ചിൽഡ്രൻ അവർക്കൊന്നും ഇത് പറയാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടലുണ്ടെന്ന് പറയാൻ പറ്റാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് മരണകാരണമായിട്ട് ഈ ഡിഫ്തീരിയ മാറാറുണ്ട്. അപ്പം കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ഡിഫ്തീരിയ ഇൻഫൻസിൽ വളരെ ഡെത്ത് റേറ്റ് കൂട്ടാൻ ചാൻസ് ഉള്ള ഒരു ഇൻഫെക്ഷനാണ്. അപ്പം എങ്ങനെയാണ് ഡെത്ത് റേറ്റ് കൂട്ടുന്നത്, അത് റെസ്പിറേറ്ററി ട്രാക്റ്റിന് എയർ എക്സ്ചേഞ്ചിനുള്ള ആ പാസേജിൽ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാണ് അത് ഡെത്തിന് കാരണമാകുന്നത്.
സിംറ്റംസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇത് അഡൽട്സിലാണെങ്കിൽ ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ഓരോ ഓറോഫാരിങ്സിലിരിക്കുന്ന ബാക്ടീരിയ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറിയിട്ട് നെക്കിന് ചുറ്റും സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പം ഓറോഫാരിങ്സിൽ നിന്ന് വിട്ട് നെക്കിൻ്റെ റീജിയനിലൊക്കെ വന്നിട്ട് അവിടെ സ്വെല്ലിങ്സ് ഉണ്ടാക്കുന്നു. അതുപോലെ ഹാർട്ടിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, കാർഡിറ്റിസ് ഉണ്ടാക്കുന്നു, ഹാർട്ടിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, കിഡ്നി ഫെയിലുവറിന് കാരണമാകുന്നു, ന്യൂറോൺസിലെ മൈലിൻ ഷീത്തിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പല ഡിഫറെൻ്റ് ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കഴിവുള്ള ഒരു രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പം കാർഡിറ്റിസ് ഉണ്ടാക്കുന്നു, അതുപോലെ കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്നു, ന്യൂറോൺസിൻ്റെ മൈലിൻ ഷീത്തിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു, നെക്കിന് ചുറ്റും സ്വെല്ലിങ്സ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഡിഫ്തീരിയയുടെ സിംറ്റംസ് ആണ്. ഇതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിടോക്സിൻസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഡിഫ്തീരിയ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു എക്സോടോക്സിനാണ്. അപ്പോൾ ആ എക്സോടോക്സിൻ എഗനിസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിടോക്സിൻ കഴിക്കുക, അതാണ് ഈ. അപ്പോൾ ആൻറ്റിടോക്സിൻ കഴിക്കുന്നത് മൂലം ഈ ടോക്സിൻ ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയും അങ്ങനെ ഈ ബാക്ടീരിയയുടെ ആക്ഷൻ കുറഞ്ഞ് നമുക്ക് ഡിഫ്തീരിയയിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും. അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കംപ്ലീറ്റ്ലി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വാക്സിനേഷനുണ്ട്. വാക്സിനേഷൻ പുതിയ ഇൻഫൻസി സ്റ്റേജിലെടുക്കുന്ന DPT വാക്സിൻ, അതിനകത്തിൽ ഒരെണ്ണം ഫസ്റ്റ് വൺ ഡിഫ്തീരിയയ്ക്ക് എഗനിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ DPT എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വാക്സിനാണ്. 3 ഡിസീസിന് എഗനിസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കോമ്പിനേഷൻ വാക്സിനാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അതിലെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത്, ഒരു ഡോസ് എന്ന് പറയുന്നത് ഡിഫ്തീരിയയ്ക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ളതാണ്. DPT എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ, പെട്രൂസിസ്, ടെറ്റനസ്, ഈ 3 രോഗത്തിനും എഗനിസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിനേഷനാണ് DPT വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നെക്കിന് ചുറ്റും സ്വെല്ലിങ്സ് ഉണ്ടാകുന്നു, ഹാർട്ടിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, കാർഡിറ്റിസ്, അതുപോലെ കിഡ്നി ഫെയിലുവർ, മൈലൻ ഷീത്തിനെ ബാധിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ സിംറ്റംസാണ്, അഡൽട്സിൽ ഉണ്ടാകുന്ന സിംറ്റംസാണ്. അഡൽട്സിൽ ഇത് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം വഴി ഡിഫറെൻ്റ് ഓർഗനിലേക്ക് സ്പ്രെഡ് ചെയ്ത് മിക്ക ഓർഗനെ അഫക്റ്റ് ചെയ്യാൻ കഴിവുണ്ട് ഈ ഡിഫ്തീരിയ ടോക്സിന്. അപ്പോൾ ഈ ഡിഫ്തീരിയ ടോക്സിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ആൻറ്റിടോക്സിൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് വാക്സിനേഷനുണ്ട്. DPT വാക്സിനാണ് ഇൻഫൻസിന് കൊടുക്കുന്ന DPT വാക്സിൻ. ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു വാക്സിനേഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫ്തീരിയ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡിഫ്തീരിയ എന്ന് പറയുമ്പം എന്തായിരുന്നു? അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഡിസീസാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയ അഫക്റ്റിംഗ് ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ദ ബാക്ടീരിയ പ്രൊഡ്യൂസ് ആൻ exotoxin called diphtheria toxin. It is a highly contagious toxin which affect the epithelial cells, especially in the oropharynx region, inhibiting their protein synthesis and killing them, and it will cause necrosis and inflammation in this oropharynx and tonsil glands. And this symptoms include carditis, then swellings around the neck, and destruction of myelin sheath and affecting kidney, and it can be treated by using antitoxins which can neutralize this diphtheria toxin, and vaccination using DPT at the infant stage. Okay, so next disease is pneumonia. ന്യൂമോണിയയും ഇതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസോർഡറാണ്, ബാക്ടീരിയ ഉണ്ടാക്കുന്ന റെസ്പിറേറ്ററി ഡിസോർഡറാണ്. പക്ഷേ അത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഡിസോർഡറാണ്. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ബ്രോങ്കിയോൾ, ലങ്സ്, അൽവിയോളെ. അപ്പോൾ ആ ലങ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഡിസീസുകളെയാണ് നമ്മൾ ലോവർ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഡിസോർഡേഴ്സ്. അപ്പം അതിനൊരു എക്സാമ്പിളാണ് ന്യൂമോണിയ. ഈ ന്യൂമോണിയ എന്ന് പറയുമ്പോഴത്തേന് ബ്രോങ്കിയൽ ട്യൂബിനെ, അൽവിയോളയൊക്കെയാണ് മെയിനായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ന്യൂമോണിയയുടെ പ്രത്യേകത, ഒത്തിരിയേറെ ഓർഗാനിസംസിന് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. വൈറസും ന്യൂമോണിയ ഉണ്ടാക്കും, ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കും. പക്ഷേ എന്നിരുന്നാലും ബാക്ടീരിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയയാണ് ഏറെ കോമൺ ആയിട്ടുള്ള ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇനി ന്യൂമോണിയ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് എനി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഓഫ് ദ ലങ്സ് ഇൻ വിച്ച് സം ഓർ ഓൾ ഓഫ് ദ അൽവിയോളെ ആർ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ്സിനുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അപ്പോൾ അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലങ്സിലെ
കുറച്ച് അൽവിയോളെ അല്ലെങ്കിൽ ഏറിയ ഭാഗം അൽവിയോളെ എന്താണ് ഫ്ലൂയിഡ് കൊണ്ടും ബ്ലഡ് സെൽസ് കൊണ്ടും ഫിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പം ലങ്സിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് ന്യൂമോണിയ. അപ്പം ലങ്സിനുണ്ടാകുന്ന വീർപ്പ്, സ്വെല്ലിങ്, ആ സ്വെല്ലിങ് ലങ്സിലുണ്ടാകുമ്പോൾ അൽവിയോളയിൽ നിറച്ചും ഫ്ലൂയിഡും ബ്ലഡ് സെൽസും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ലങ്സിൻ്റെ ഇൻഫ്ലമേഷനാണ് ന്യൂമോണിയ. അപ്പോൾ ലങ്സിനെ ബാധിക്കുന്ന രോഗമാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഉണ്ടാക്കാനായിട്ട് വൈറസിനും ബാക്ടീരിയയ്ക്കും കഴിവുണ്ട്. എന്നിരുന്നാലും ബാക്ടീരിയൽ ന്യൂമോണിയയാണ് കോമൺ ആയിട്ടുള്ള ന്യൂമോണിയ. കോസേറ്റീവ് ഏജൻസ് ഓഫ് ന്യൂമോണിയ. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഏജൻസ് ആരൊക്കെയാണ്? ന്യൂമോണിയ കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആരൊക്കെയാണ്? നമ്മളിവിടെ ബാക്ടീരിയ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം പലതരത്തിലുള്ള ബാക്ടീരിയയിൽ തന്നെ പല സ്പീഷീസിലുള്ള ബാക്ടീരിയയ്ക്ക് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പം ആ ഓരോ ബാക്ടീരിയൽ സ്പീഷീസിനും അനുസരിച്ച് ന്യൂമോണിയയ്ക്ക് അപ്പോൾ ഓരോ തരത്തിലെ പേരാണുള്ളത്. പ്രത്യേകതരം ബാക്ടീരിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയയ്ക്ക് പ്രത്യേകതരം പേരാണുള്ളത്. ഫോർ എക്സാമ്പിൾ, ന്യൂമോകോക്കൽ ന്യൂമോണിയ എന്നറിയപ്പെടും എപ്പോഴാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ് കോസേറ്റീവ് ഓർഗാനിസം എങ്കിൽ. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആ ന്യൂമോണിയ വിളിക്കുന്ന പേരാണ് ന്യൂമോകോക്കൽ ന്യൂമോണിയ. പ്രൈമറി എറ്റിപ്പിക്കൽ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയയാണ്. അപ്പം മൈക്കോപ്ലാസ്മ ന്യൂമോണിയയാണ് കോസേറ്റീവ് ഓർഗാനിസം എങ്കിൽ അതുണ്ടാക്കുന്ന ന്യൂമോണിയയുടെ പേര് പ്രൈമറി എറ്റിപ്പിക്കൽ ന്യൂമോണിയ എന്നാണ്. പ്രൈമറി എറ്റിപ്പിക്കൽ ന്യൂമോണിയ നമ്മൾ വാക്കിംഗ് ന്യൂമോണിയ എന്നും പറയാറുണ്ട്. വാക്കിംഗ് ന്യൂമോണിയ കാരണം അത് അഫക്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് വലിയ ക്ഷീണമൊന്നും ഉണ്ടാവത്തില്ല, അയാൾക്ക് എണീച്ച് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് നമ്മളതിനെ വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്നത്. പ്രൈമറി എറ്റിപ്പിക്കൽ ന്യൂമോണിയ, മൈക്രോപ്ലാസ്മ ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയമാണ് ആ ന്യൂമോണിയയുടെ പോസിറ്റീവ് ഏജൻറ്റ്. ഇനി ക്ലമിഡോഫൈലയാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളതിനെ ക്ലമീഡിയൽ ന്യൂമോണിയ എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർണിത്തോസിസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ന്യൂമോണിയ പോലെയുള്ള സിംറ്റംസിന് ഉണ്ടാക്കാനുള്ള കഴിവ് ക്ലമീഡിയോഫൈല സിറ്റാസിക്ക് ഉണ്ടെന്ന്. അപ്പം ക്ലമീഡോഫൈലയാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളതിനെ ക്ലമീഡിയൽ ന്യൂമോണിയ എന്നാണ് പറയുന്നത്. ഇനി ക്ലെബ്സിയെല്ല ന്യൂമോണിയയാണ് കോസേറ്റീവ് ഏജൻ്റെങ്കിൽ ആ ന്യൂമോണിയെ നമ്മൾ വിളിക്കുന്നത് ക്ലെബ്സിയെല്ല ന്യൂമോണിയ എന്നാണ്. അപ്പോൾ ക്ലെബ്സിയെല്ല ന്യൂമോണിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയ ക്ലെബ്സിയെല്ല ന്യൂമോണിയ എന്നറിയപ്പെടുന്നു. ഇനി സെറേഷ്യ മാഴ്സെൻസിസ് ആണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളതിനെ സെറേഷ്യൽ ന്യൂമോണിയ എന്നറിയപ്പെടും. അപ്പോൾ സെറേഷ്യൽ മാഴ്സെൻസിസ് ഉണ്ടാക്കുന്ന ന്യൂമോണിയ സെറേഷ്യൽ ന്യൂമോണിയ എന്ന് അറിയപ്പെടുന്നു. അപ്പം ഓരോ കോസേറ്റീവ് ഏജൻറ്റിനും അനുസരിച്ച് ന്യൂമോണിയ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത് മെജോറിറ്റി ബാക്ടീരിയൽ ന്യൂമോണിയയ്ക്കും കാരണമാകുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ ന്യൂമോകോക്കൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ് മെജോറിറ്റി ഓഫ് ന്യൂമോണിയയും ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പം ന്യൂമോണിയയ്ക്ക് പല പേരുണ്ട്, പല കോസേറ്റീവ് ഏജൻ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളതിനെ ന്യൂമോകോക്കൽ ന്യൂമോണിയ എന്ന് പറയും. ന്യൂമോകോക്കൽ ന്യൂമോണിയയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലും കാണപ്പെടുന്ന ന്യൂമോണിയ. പിന്നെ പ്രൈമറി എറ്റിപ്പിക്കൽ ന്യൂമോണിയ അല്ലെങ്കിൽ വാക്കിംഗ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയയാണ്. ക്ലമീഡോഫൈല ഉണ്ടാക്കുന്ന ന്യൂമോണിയ ക്ലമീഡിയൽ ന്യൂമോണിയ എന്നറിയപ്പെടുന്നു. ക്ലെബ്സിയെല്ല ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ക്ലെബ്സിയെല്ല ന്യൂമോണിയ എന്നറിയപ്പെടുന്നു. സെറേഷ്യ മാഴ്സെൻസിസ് ഉണ്ടാക്കുന്ന ന്യൂമോണിയ നമ്മൾ സെറേഷ്യൽ ന്യൂമോണിയ എന്നറിയപ്പെടുന്നു. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ന്യൂമോകോക്കൽ ന്യൂമോണിയയാണ് ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ന്യൂമോണിയ. ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇതെങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ന്യൂമോണിയ സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എല്ലാം തന്നെ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് വഴി, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി അല്ല, കഫിൽ കൂടെയും സ്നീസിലൂടെയൊക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കഫ് ചെയ്യുകയോ സ്നീസ് ചെയ്യുകയോ ചെയ്യുമ്പം അയാളുടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് എയറിൽ സ്പ്രെഡ് ചെയ്യുകയും അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻഹെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനോ ഇടയായി കഴിഞ്ഞാൽ അത് അയാളിൽ ചെല്ലുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണിത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി മാൽനറിഷ്ഡ് ആയിട്ടുള്ളതും അതുപോലെ സ്മോക്കേഴ്സിലും
എയ്ഡ്സ് പോലെയുള്ള ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ളവരിലും ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരിലുമൊക്കെ ഈ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഇത്രയും മൈക്രോ ഓർഗാനിസം ഇതിൻ്റെ കോസേറ്റീവ് ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെ പല മൈക്രോ ഓർഗാനിസം ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് അത്രയും ഇത് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഇത്രയും ഓർഗാനിസത്തിന് ഈ ഒരൊറ്റ ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ഹെൽത്തിയർ ഇൻഡിവിജ്വൽസിനെ അങ്ങനെ ബാധിക്കത്തില്ല. കൂടുതലായിട്ടും മാൽനറിഷ്ഡ് ആയിട്ടുള്ള എയ്ഡ്സ് പോലെയുള്ള രോഗം വന്നിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്മോക്കിംഗ് നടത്തുന്ന ആൾക്കാരിലൊക്കെയാണ് ഈ ന്യൂമോണിയ കൂടുതലായിട്ടും വരാനും ഉള്ള ചാൻസ്. ദേ ആർ അറ്റ് ദ ഹൈ റിസ്ക് ഓഫ് അക്യൂറിങ് ദീസ് ഡിസീസ്. ഇനി ന്യൂമോണിയ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റേതെങ്കിലും ഡിസീസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ശ്രദ്ധക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അനാസ്ഥ കൊണ്ട് നമുക്ക് ഈ രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അക്യൂർ ചെയ്യുന്ന ഡിസീസിനെ പറയുന്ന പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതായത് നമ്മൾ മറ്റേതെങ്കിലും രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് പോയിട്ട് അവസാനം അത് ന്യൂമോണിയയിൽ കലാശിച്ചാൽ അപ്പം നമുക്കതിനെ എന്തെന്ന് പറയാം, നോസോകോമിയൽ ന്യൂമോണിയ എന്ന് പറയാം. അപ്പോൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ന്യൂമോണിയ മാത്രമല്ല, നമ്മളൊരു ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് മറ്റേതെങ്കിലും രോഗവുമായിട്ട് നമ്മൾ തിരിച്ചു വന്നാൽ ആ എല്ലാ ഡിസീസിനെയും നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്തിനെ പറയാം, ന്യൂമോണിയയെ പറയാം. കാരണം അത്ര കോമൺ ആണ് ഈ പതോജൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സസെപ്റ്റബിളായിട്ടിരിക്കുന്ന കണ്ടീഷൻ, അതായത് ഒരു ഡിസീസ് വന്ന് നമ്മൾ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് മറ്റൊരു ഡിസീസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അൺഹൈജീനിക് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പിടിപെടാൻ ചാൻസ് ഉള്ള ഒരു ഡിസീസാണ് ന്യൂമോണിയ. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഡിസീസിനെ പറയുന്ന പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. ഹെൽത്തി ഇൻഡിവിജ്വൽ അത് ഇൻഹെയിൽ ചെയ്താൽ അതല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് പതോജെനിസിസ്. ഈ ഡിസീസിൻ്റെ തീവ്രത ഇതെങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ, ലങ്സിനെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ടീരിയ അൽവിയോളയിൽ വന്ന് കോളനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അൽവിയോളയിൽ നിന്ന് മറ്റൊരു അൽവിയോളയിലേക്ക് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ഒരു ലങ്സ് മൊത്തത്തിൽ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള കഴിവ് അതിന് പെട്ടെന്ന് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇറ്റ് ക്യാൻ ഇൻഫെക്റ്റ് ആൻ എൻറ്റയർ ലങ്സിലെ മൊത്തം അൽവിയോളയിൽ ഇത് പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നമുക്കറിയാം അൽവിയോള എന്ന് പറയുമ്പോൾ എയർ ഫിൽഡ് സാക്സ് ആണല്ലേ. അപ്പോൾ അൽവിയോളയിലാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ അൽവിയോളയിൽ വന്നിട്ട് ഇങ്ങനെ ഈ ബാക്ടീരിയ വന്ന് കോളനൈസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി പാത്വേ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാതെ വരുന്നു, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുന്നു, ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാവുന്നു. അങ്ങനെ നോർമൽ ഫങ്ഷനിങ് അതിന് അൽവിയോളയ്ക്ക് നടത്താൻ പറ്റാണ്ട് വരുന്നു. റെസ്പിറേറ്ററി ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ കാര്യമായിട്ടത് ബാധിക്കുന്നു. അങ്ങനെ റെസ്പിറേറ്ററി ഏരിയ അത് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യുന്നു. അതായത് റെസ്പിറേഷൻ നടക്കാനുള്ള ഏരിയ അത് ഒത്തിരിയേറെ കുറയ്ക്കുന്നു. അപ്പം മെയിനായിട്ടുള്ള ഇതിൻ്റെ പതോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഇത് ബാക്ടീരിയ വന്ന് ലങ്സിലെ അൽവിയോളയിലാണ് കോളനൈസ് ചെയ്യുന്നത്. അപ്പോൾ അൽവിയോളയിൽ കോളനൈസ് ചെയ്യുന്നത് മൂലം ഒത്തിരിയേറെ അൽവിയോളെ ഒന്നിച്ച് ബാധിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുന്നു, ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാവുന്നു, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്താൻ പറ്റാണ്ട് വരുന്നു, റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിനുള്ള ഏരിയ കുറയുന്നു. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന ആ ലേഡിയുടെ റൈറ്റ് സൈഡിലെ ലങ്സ് എന്ന് പറയുന്നത് നോർമൽ ലങ്സ് ആണ്, അവിടെ ഇൻഫെക്ഷൻ നടന്നിട്ടില്ല. ലെഫ്റ്റ് സൈഡിലെ ലങ്സ് എന്ന് പറയുന്നത് അവിടുത്തെ അൽവിയോളയെല്ലാം ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ ഒരു റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഫസ്റ്റ് ഡയഗ്രാം നോക്കിയേ, അതൊരു നോർമൽ അൽവിയോളയുടെ സ്ട്രക്ചറാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ബ്രോങ്കിയോളും അതുപോലെ തന്നെ ബ്രോങ്കിയോൾ എൻഡ് ചെയ്യുന്ന അൽവിയോളയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അൽവിയോളയിൽ അത് നോർമലായിട്ടിരിക്കുകയാണ്, ആ ബ്രോങ്കിയോളും അൽവിയോളയും എല്ലാം തന്നെ. താഴത്തെ ഡയഗ്രാം നോക്കിയേ, അവിടെയാണെങ്കിൽ ആ അൽവിയോളയെല്ലാം തന്നെ ഇൻഫ്ലമേഷനാണ്, അതായത് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ് അൽവിയോളയിലെല്ലാം തന്നെ. അപ്പോൾ അതിന് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. അതുപോലെ ബ്രോങ്കിയോളിലും അതിലും ഫ്ലൂയിഡ് സ്വെല്ലിംഗ് ഉണ്ട്. അപ്പം അവിടെയും ബ്ലോക്കേജ് ഉണ്ട്. അപ്പം അവിടെ കൂടെ
ഗ്യാസിന് കടക്കാനുള്ള ആ സ്പേസ് ഏരിയ ഇല്ലാണ്ട് വരുന്നു. അപ്പം എന്താണ് പ്രോപ്പറായിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റാതെ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പതോജെനസിസിനെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ടാണ് ഈ ഡയഗ്രാം ഞാൻ ഇവിടെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലങ്സിലെ അൽവിയോളയിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ അൽവിയോളയിൽ ബാധിക്കുന്നത് മൂലം അൽവിയോള ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത് മൂലം എന്ത് പറ്റുന്നില്ല, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാനുള്ള എന്താണ് സൗകര്യം അല്ലെങ്കിൽ ആ ഏരിയ കുറയുന്നു. അതുപോലെ ബ്രോങ്കിയോൾസിലും സ്വെല്ലിങ് നടക്കുന്നു. ഇത് ചെസ്റ്റ് എക്സ്റേ ഓഫ് എ ന്യൂമോണിയ പേഷ്യൻ്റ്. ഒരു ന്യൂമോണിയ പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റ് ലങ്സിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു എന്താണ് വൈറ്റ് പാച്ചസ് കാണാൻ പറ്റും. ആ വൈറ്റ് പാച്ചസ് എല്ലാം ഫ്ലൂയിഡ് ഫിൽഡ് അൽവിയോളയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ന്യൂമോണിയ ഇൻഫെക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ എന്താണ് അവിടെ അത്രയും ഇടത്തും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അവിടെ എന്താണ് ഫ്ലൂയിഡ് ഫിൽഡാണ്. ആ അൽവിയോളയിലെല്ലാം ഫ്ലൂയിഡ് ഫിൽഡാണ്. അവിടെ പസ്സുണ്ട്, കഫം കെട്ടിക്കിടപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റെസ്പിറേറ്ററി ഏരിയ കുറയുന്നു. റെസ്പിറേഷന് വേണ്ടിയുള്ള സർഫസ് ഏരിയ കുറയുന്നത് മൂലം ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റാണ്ട് വരുന്നു. അപ്പം ടിഷ്യൂസിനൊന്നും പ്രോപ്പറായിട്ട് എന്താണ് ഓക്സിജൻ കിട്ടാതെ വരുന്നു. അപ്പോൾ ഓക്സിജൻ കിട്ടാതെ വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ, ഷോർട്ടേജ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് പ്രോപ്പറായിട്ട് ടിഷ്യൂസിലും സെൽസിലും ഒന്നും ഓക്സിജൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മരണകാരണമാകാൻ എന്താണ് ചാൻസ് ഉള്ള ഒരു അവസ്ഥയാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴും അതും പ്രശ്നമാണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു നമുക്ക് വേസ്റ്റ് പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നമ്മുടെ ബോഡിക്ക് ടോക്സിക്കാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ക്യാപ്നിയ അല്ലെങ്കിൽ ഹൈപ്പർ കാർബിയ എന്ന് പറയും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു, ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനെ നമ്മൾ ഹൈപ്പോക്സിയ എന്നും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിനെ ഹൈപ്പർ ക്യാപ്നിയ അല്ലെങ്കിൽ ഹൈപ്പർ കാർബിയ എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് അവസ്ഥയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ അത് ഓർഗൻ ഫെയിലുവർ, അതായത് കാരണം എന്താണ് ടിഷ്യൂസിലേക്ക് ഓക്സിജൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ ടിഷ്യൂസും എന്താണ് ഫെയിലുവർ ആകാൻ തുടങ്ങും. അപ്പോൾ ഓർഗൻ ഫെയിലുവറിലേക്കും ഡെത്തിലേക്കും അത് നയിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ന്യൂമോണിയ ഡയഗ്നൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണ് മരണകാരണമാകാവുന്ന ഡിസീസാണ്. ഇനി ഇത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ധാരാളം ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പം ആൻറ്റിബയോട്ടിക്സ് കോമൺ ആയിട്ടുള്ള പെൻസിലിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫിനിക്കോൾ എല്ലാം തന്നെ നമ്മൾ ഈ ന്യൂമോണിയയ്ക്ക് എഗനിസ്റ്റായിട്ട് കഴിക്കാവുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ്. ഈ ആൻറ്റിബയോട്ടിക്സിനോടൊക്കെ അലർജിക് ആയിട്ടുള്ളവരിൽ എറിത്രോമൈസിൻ ആൻറ്റിബയോട്ടിക്കാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ന്യൂമോണിയയുടെ എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഒത്തിരിയേറെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് പെൻസിലിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫിനിക്കോൾ. ഇതിന് എല്ലാം എന്താണ് അലർജിക് ആയിട്ടുള്ളവരിൽ നമ്മൾ എറിത്രോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ന്യൂമോണിയ കംപ്ലീറ്റായി. അപ്പം ന്യൂമോണിയ എന്തായിരുന്നു? ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ്സിനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയ കോസ് ചെയ്യുന്നത് ബാക്ടീരിയയും വൈറസും കോസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ബാക്ടീരിയയാണ് മെയിൻ കോസേറ്റീവ് ഏജൻ്റ് എന്ന് പറയുന്നത്. ബാക്ടീരിയയിൽ തന്നെ ഒത്തിരിയേറെ എന്താണ് ബാക്ടീരിയൽ സ്പീഷീസ് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ളത് ന്യൂമോകോക്കൽ ന്യൂമോണിയയാണ്. അത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രൈമറി എറ്റിപ്പിക്കൽ ന്യൂമോണിയ ഉണ്ട്, ക്ലമീഡിയൽ ന്യൂമോണിയ ഉണ്ട്, സെറേഷ്യൽ ന്യൂമോണിയ ഉണ്ട്, അതുപോലെ ക്ലെബ്സിയെല്ല ന്യൂമോണിയ ഉണ്ട്. ഈ ക്ലെബ്സിയെല്ല ന്യൂമോണിയ ഉണ്ടാക്കുന്ന ക്ലെബ്സിയെല്ല ന്യൂമോണിയയാണ്. നോസോകോമിയൽ ഇൻഫെക്ഷനായിട്ട് എക്സാമ്പിൾ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ക്ലെബ്സിയെല്ല ന്യൂമോണിയയാണ്. അപ്പോൾ ക്ലെബ്സിയെല്ല ന്യൂമോണിയെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ന്യൂമോണിയ ക്ലെബ്സിയെല്ല സ്പീഷീസ് ഉണ്ടാക്കുന്ന ന്യൂമോണിയ ആയിരിക്കും. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഹെൽത്തിയർ ഇൻഡിവിജ്വൽസ് ഒരു ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിൻ്റെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഇൻഹെയിൽ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഇത് എന്താണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിട്ടുള്ള ലങ്സിൻ്റെ അൽവിയോളയിൽ മൊത്തം ഫ്ലൂയിഡും ബ്ലഡും പസും എല്ലാം കൂടെ നിറച്ചിട്ട് അതിൻ്റെ നോർമൽ റെസ്പിറേറ്ററി ഫങ്ഷൻ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു, ഗേഷ്യസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു, ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാവുന്നു, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുന്നു, റെസ്പിറേറ്ററി ഏരിയ കുറയുന്നു. അപ്പം എന്താണ്
എല്ലാ ടിഷ്യൂസിലും ഓക്സിജൻ കൃത്യമായിട്ട് എത്താൻ പറ്റാണ്ട ഒരു അവസ്ഥ വരുന്നു. അതിനെ നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയും, ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ. അതിനോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹൈപ്പർ കാർബിയ അല്ലെങ്കിൽ ഹൈപ്പർ ക്യാപ്നിയ എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഡിസീസും അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും ഹൈലി പതോജനിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഡിസീസ് ഡയഗ്നൈസ് ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഡിസീസ് ഡയഗ്നൈസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും നമുക്ക് ഡ്രഗ്സ് അല്ല, ഡിസീസ് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് നമുക്ക് ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അവിടെ വൈറ്റ് പാച്ചസ് ഉണ്ടെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ലങ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻറ്റിബയോട്ടിക്സിൽ പെൻസിലിനും ക്ലോറാംഫിനിക്കോളും അതുപോലെ ടെട്രാസൈക്ലിനും ഒക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതിന് അലർജിക് ആയിട്ടുള്ളവർക്ക് നമുക്ക് എറിത്രോമൈസിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.